മക്കൾക്കായിറങ്ങിയിടുന്നു. പലവിധമാം പ്രതികൂലങ്ങൾ പല വഴിയായി ചിതറിയിടുന്നു. ദൈവം എഴുന്നേൽക്കുന്നു, തൻ മക്കൾക്കായിറങ്ങിയിടുന്നു. പലവിധമാം പ്രതികൂലങ്ങൾ പല വഴിയായി ചിതറിയിടുന്നു. തോൽക്കില്ല നമ്മൾ, ജയവീരർ നമ്മൾ, ദൈവത്തിൻ മക്കൾ നമ്മൾ. തോൽക്കില്ല നമ്മൾ, ജയവീരർ നമ്മൾ, ദൈവത്തിൻ മക്കൾ നമ്മൾ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മുടെ മക്കളെക്കുറിച്ച് ദൈവവചനം പറയുന്നത് അവർ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം യഹോവ നൽകുന്ന പ്രതിഫലവും ആകുന്നു. സങ്കീർത്തനം 127:3. അവർ ദൈവസന്നിധിയിൽ ആയിരുന്നു. അവരെ ദൈവ ഉദ്ദേശപ്രകാരം വളർത്തുവാൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവത്തിനായി സമർപ്പിക്കണം. സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങൾ ആണ് സഭയ്ക്കും ലോകത്തിനും നന്മ പ്രദാനം ചെയ്യുന്നത്. ജനിക്കുന്നതിന് മുൻപ് തന്നെ മകനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച ഒരു സ്ത്രീയാണ് ഹന്ന. 1 ശമൂവേൽ 1:11. തനിക്ക് ദൈവം നൽകിയ മകനെ മുലകുടി മാറിയപ്പോൾ ഈ മാതാവ് ശീലോവിൽ ഏലി പുരോഹിതൻ്റെ അടുക്കൽ ദൈവശുശ്രൂഷയ്ക്കായി സമർപ്പിച്ചു. 1 ശമൂവേൽ 1:26 മുതലുള്ള വാക്യങ്ങൾ. മാതാവിൻ്റെ ഈ സമർപ്പണമാണ് ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിക്കുന്ന ശമൂവേൽ പ്രവാചകൻ എന്ന വ്യക്തിയെ ഇസ്രായേൽ ലഭിക്കുവാൻ ഇടയാക്കിയത്. ഇന്ന് വളർന്നു വരുന്ന തലമുറ ലഹരിക്ക് അടിപ്പെട്ടിരിക്കുന്നു. രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോഴും വൈകുന്നേരം മടങ്ങി വരുമ്പോഴും വഴിയിൽ അവരെ കാത്തു നിൽക്കുന്നത് ലഹരി മാഫിയകളാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ അവർ വശീകരിക്കുന്നു. അതിന് കാരണം നാം അവരെ ദൈവത്തിനായി സമർപ്പിച്ചിട്ടില്ല എന്നതാണ്. മക്കൾ സമർപ്പിക്കപ്പെടുന്നില്ല എങ്കിൽ അതിനർത്ഥം നാം നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചിട്ടില്ല എന്നതാണ്. മാതാപിതാക്കളുടെ സമർപ്പണം കൂടാതെ മക്കളുടെ സമർപ്പണം പൂർണ്ണമാകില്ല. മാതാപിതാക്കളുടെ ജീവിതമാണ് മക്കൾക്ക് മാതൃകയാകേണ്ടത്. മാതാപിതാക്കളെ കണ്ടാണ് മക്കൾ വളരുന്നത്. ദൈവം നടത്തിയ വിധങ്ങളെക്കുറിച്ചും അവൻ്റെ കൽപ്പനകൾ അനുസരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം എന്ന ആവർത്തനം 6:20 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്. അനേകർ മക്കളെ സമർപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ മക്കളെ സമർപ്പിക്കുന്നത് അർത്ഥവത്തായി തീരണമെങ്കിൽ മാതാപിതാക്കൾ സ്വയം സമർപ്പിക്കുകയും മക്കൾക്ക് ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് ഉപദേശിച്ചു കൊടുക്കുകയും വേണം. മക്കളുടെ ഭൗതിക വളർച്ചയ്ക്ക് ആവശ്യമായതെല്ലാം ഇന്ന് നാം നൽകുന്നുണ്ടല്ലോ. എന്നാൽ അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് എന്ത് നൽകുന്നുണ്ട്? ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്നാണല്ലോ ചൊല്ല്. ചെറുപ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് കർത്താവിനെ നൽകിയാൽ അവൻ വൃദ്ധനായാലും ദൈവവഴി വിട്ടുമാറില്ല. അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയ മക്കളെ മുന്നമേ ദൈവത്തിന് സമർപ്പിക്കാം. എന്തുകൊണ്ട് മക്കളെ ദൈവത്തിന് സമർപ്പിക്കണം? 1. ദൈവം ദാനമായി മക്കളെ നൽകിയിരിക്കുകയാൽ അവരെ ദൈവത്തിനായി സമർപ്പിക്കണം. ദൈവം തനിക്കൊരു മകനെ നൽകിയപ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഹന്ന പാടുന്ന പാട്ടാണ് 1 ശമൂവേൽ 2:1 മുതലുള്ള വാക്യങ്ങൾ. കന്യകയായ മറിയ പരിശുദ്ധാത്മാവിൽ ഗർഭം ധരിച്ചപ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട് പാടിയ പാട്ടാണ് ലൂക്കോസ് 1:46 മുതലുള്ള വാക്യങ്ങൾ. വളരെ വാർദ്ധക്യത്തിൽ തങ്ങൾക്കൊരു മകൻ ജനിച്ചപ്പോൾ അപ്പനായ സക്രിയാവ് പാടിയ പാട്ടാണ് ലൂക്കോസ് 1:57 മുതലുള്ള വാക്യങ്ങൾ. ദൈവത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുമ്പോൾ കൂടുതൽ അനുഗ്രഹം പ്രാപിക്കുന്നതിന് അത് മുഖാന്തരമായി തീരുകയാണ്. നന്ദിയുള്ള ഹൃദയം എല്ലാറ്റിലും വലിയ സമ്പത്താണ്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന മക്കൾക്കായി ദൈവത്തിന് നന്ദി പറഞ്ഞ് അവരെ ദൈവത്തിനായി സമർപ്പിക്കാം.
മക്കളെന്ന അവകാശം ലഭിക്കാത്ത എത്രയോ മാതാപിതാക്കന്മാർ നമ്മളുടെ ചുറ്റിലും ഉണ്ട്. അവർക്കും ഈ ദൈവ അവകാശം ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളിൽ ചിലർ ബലവാന്മാരാണ്, ചിലർ ശാരീരികമായി ബലഹീനതകൾ അനുഭവിക്കുന്നവരാണ്. അവർ ഏതു വിധത്തിലുള്ളവരായിരുന്നാലും അവരെ കർത്താവിനായി വളർത്തുവാനുള്ള ചുമതല നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇതുവരെയും അവർ ദൈവസന്നിധിയിൽ ആയിരുന്നു. ഇപ്പോൾ ഈ ഭൂമിയിൽ അവരെ സംരക്ഷിക്കുവാൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ ചുമതല ഏറ്റെടുത്ത് മക്കളെ കർത്താവിനായി വളർത്താൻ. 2, ദൈവത്തിന് നമ്മളുടെ മക്കളെ സമർപ്പിക്കുമ്പോൾ അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം പൂർണ്ണമാക്കപ്പെടുന്നു. ഒരു പൈതൽ എന്തായി തീരണമെന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ്. യിരെമ്യാവ് 1:4-5 വാക്യങ്ങൾ യിരെമ്യാവിനെ കുറിച്ചുള്ള ദൈവ ഉദ്ദേശം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നീ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുൻപേ നിന്നെ പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുന്നത് അവൻ വലിയവനാകും, പലരെയും ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുത്തും. ലൂക്കോസ് 1:15-16 വാക്യങ്ങൾ. മക്കളെ നമ്മളുടെ കരങ്ങളിൽ തരുമ്പോൾ അവരെക്കുറിച്ച് ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. അത് സാധ്യതമാകണമെങ്കിൽ മാതാപിതാക്കന്മാർ അവരെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. അതുകൊണ്ട് നമ്മുടെ മക്കളെ ദൈവത്തിനായി സമർപ്പിക്കാം. അങ്ങനെ അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം പൂർണ്ണമാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ മക്കൾ ദൈവത്തിൻ്റെ ദാനമാണെന്ന് മനസ്സിലാക്കി അവരെ തിരുഹിതത്തിനായി സമർപ്പിക്കുന്നു. ആമേൻ. സത്യമരക്കച്ചയാക്കുക, നീതിയെ കവചമാക്കുക, വിശ്വാസം പരിചയാക്കുക, രക്ഷയെ ശിരസ്ത്രമാക്കുക. സത്യമരക്കച്ചയാക്കുക, നീതിയെ കവചമാക്കുക, വിശ്വാസം പരിചയാക്കുക, രക്ഷയെ ശിരസ്ത്രമാക്കുക. തോൽക്കില്ല നമ്മൾ, ജയവീരർ നമ്മൾ, ദൈവത്തിൻ മക്കൾ നമ്മൾ. തോൽക്കില്ല നമ്മൾ, ജയവീരർ നമ്മൾ, ദൈവത്തിൻ മക്കൾ നമ്മൾ. ദൈവം എഴുന്നേൽക്കുന്നു, തൻ മക്കൾക്കായിറങ്ങിയിടും.